ഹരിയും രാമായണം ആര് വായിക്കണോ ആ വായിക്കുന്നവരുടെ ഉമ്മത്ത് ഇങ്ങനെ തൊഴുതുകൊണ്ട് ഒരു ഹനുമാൻ ഇരിക്കേണ്ടതെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതാണ് നമ്മൾ പണ്ടുള്ള അമ്മമാർ പറയും കുട്ടികളെ നേരിട്ട് ഇരിക്കേണ്ട അത് ഹനുമാൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഒരിക്കലും രാമായണം വായിക്കുന്നതിൻ്റെ നേരിട്ട് പോയി ഇരിക്കട്ടെ, അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുക, ആ വായിക്കുന്ന ആളുടെ നേരിട്ട് ഇരിക്കാൻ പാടില്ല. കാരണം ഹനുമാൻ്റെ സ്ഥാനമാണ് അവിടെ. അപ്പോൾ ചിരഞ്ജീവിയാണ് ഇങ്ങനെ ഭക്തനെ എപ്പോഴും കൂട്ടു നിൽക്കുന്ന ആളാണ്. സുഗ്രീവൻ്റെ പിന്നാലെ നടന്ന വ്യക്തിയാണ്. അതെന്താണ്? സുഗ്രീവൻ സൂര്യൻ്റെ മകനാണ്. സൂര്യനാണ് ഹനുമാൻ്റെ ഗുരു. അപ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മകനെ നീ കൈവിടാതെ നോക്കണം, നിൻ്റെ അത്ര ശക്തിയും ബുദ്ധിയൊന്നും എൻ്റെ മകനില്ല, അതുകൊണ്ട് അവൻ്റെ നിഴലായിട്ട് നീ നടക്കണമെന്ന് പറഞ്ഞ് ആ വാക്ക് അവസാനം വരെയും ഹനുമാൻ പാലിച്ചു. അപ്പോൾ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ച ഹനുമ സ്മരണാത് ഭവേത് പറയും. അപ്പോൾ ഈ ഹനുമാന് പറഞ്ഞ വാക്കിന് വ്യവസ്ഥ എല്ലാ ബുദ്ധി ശക്തി എല്ലാം തികഞ്ഞാളാണ്. ആ ഹനുമാനെ നമ്മളും ഭജിച്ചാൽ നമുക്ക് ഈ വക എല്ലാ ഐശ്വര്യങ്ങളും ഹനുമാൻ തരും. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദൈവങ്ങളും ഒന്നാണെങ്കിലും ഈ ഹനുമാനൊക്കെ ഇന്നും മറ്റതൊക്കെ അവതാരങ്ങളാണ്, ഇത് അവതാരമാണെങ്കിലും ചിരഞ്ജീവിയാണ്. അപ്പോൾ ഹനുമാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ രാമനാമം ജപിച്ചാൽ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ആ ഹനുമാൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും രാമനാമം ജപിക്കാൻ